സന്തോഷം ഒരു യാത്രാമാർഗമാണെന്ന് ഓർക്കുക, ഒരു ലക്ഷ്യസ്ഥാനമല്ല. റോയി എം ഗുഡ്മാന്റെ വാക്കുകളാണ്. തായ്ലൻഡ് കാഴ്ചകളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫിലിപ്പീൻസിൽ നിന്നും വന്ന പീൽസ് എന്ന ഒരു പുതിയ സുഹൃത്തിനെ കിട്ടി. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മതവസ്തുവായ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വർണ്ണബുദ്ധനെ തിരിച്ചറിയുന്നു. 2008 ഡിസംബറിലെ സ്വർണ്ണവിലയായ ട്രോയ് ഔൺസിന് $821.48 അടിസ്ഥാനമാക്കി അതിൻ്റെ ആന്തരിക മൂല്യം ഏകദേശം $159 മില്യൺ കണക്കാക്കി. ഇവിടെ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്ന പുഷ്പങ്ങളെല്ലാം. നിരവധി ചെറിയ ബുദ്ധൻ്റെ പ്രതിമകളും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് വെളിയിൽ ഉണ്ട്. ഇതിൻ്റെ കാഴ്ചകളിലൂടെ എൻ്റെ ക്യാമറ ഒന്ന് കണ്ണോടിച്ചു. സമയം ഏകദേശം 1 മണിയാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, മാൽഗുഡി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അവിടേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മാൽഗുഡി ഹോട്ടലിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടുത്തെ ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു. ഭക്ഷണകേന്ദ്രം സന്ദർശിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ തിരഞ്ഞെടുക്കാം. ഭക്ഷണകേന്ദ്രങ്ങൾ വൈവിധ്യമാർന്ന വിഭവങ്ങളും മൾട്ടിനാഷണൽ പാചകരീതിയും വാഗ്ദാനം ചെയ്യുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഇന്ദിരാ സ്ക്വയർ എന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റുണ്ട്. അവിടം സന്ദർശിക്കുവാൻ വേണ്ടി ഞങ്ങൾ അതിനകത്തേക്ക് കയറുകയാണ്. ഇന്ദിരാ മാർക്കറ്റിലെ വസ്ത്രശാലകൾ അതിൻ്റെ പ്രാധാന്യം ആകർഷണങ്ങളിലൊന്നാണ്. എല്ലാ പ്രായക്കാർക്കും ലിംഗക്കാർക്കും വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ശ്രദ്ധേയമായ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ഫാഷനബിൾ വസ്ത്രങ്ങൾ, സിൽക്ക് വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ട്രൗസറുകൾ, ജീൻസ്, ടീഷർട്ടുകൾ എന്നിവ വളരെ കുറഞ്ഞ വിലയ്ക്ക്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഐപാഡുകൾ, ടെലിവിഷൻ, പ്രശസ്ത ബ്രാൻഡുകളുടെ എല്ലാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. ഇന്ത്യൻ ആഭരണങ്ങൾ, ഷൂസ്, ഹാൻഡ് ബാഗുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ, കലകൾ, കരകൗശല വസ്തുക്കൾ, മറ്റു ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഈ ഇന്ദിരാ സ്ക്വയർ മാർക്കറ്റിൽ ലഭ്യമാണ്. മൾട്ടി ക്വീൻസ് ഫാസ്റ്റ് ഫുഡ് കോർണറുകൾ, ഇന്ത്യൻ വംശജരായ ഭക്ഷണ വിഭവങ്ങൾ. ബാങ്കോക്കിലെ ഇന്ദിരാ മാർക്കറ്റിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ എല്ലാ വ്യത്യസ്ത ശൈലികളും ലഭ്യമാണ്. 1-ാം നിലയിൽ ഫാസ്റ്റ് ഫുഡ് കോർണറുകളും ഫാഷൻ ഉൽപ്പന്നങ്ങളും, ഫാഷൻ വസ്ത്രങ്ങൾ, സിൽക്ക് വസ്ത്രങ്ങൾ, ആക്സസറികൾ എന്നിവ വിൽക്കുന്ന കടകളും നിങ്ങൾക്ക് കാണാം. 2-ാം നിലയിൽ കളിപ്പാട്ടങ്ങൾ, മൊബൈൽ ഫോണുകൾ, കലകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കാണാം.
ഇവിടെ ഒരു ഇലക്ട്രോണിക്സ് കടയിൽ ഇലക്ട്രോണിക്സ് ഡ്രം വായിക്കുന്ന ഒരാൾ കാണിച്ചത്. ओके जी फुल फुल സമയം 3:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് ഡിന്നറും ഇതേ മാൽഗുഡി ഹോട്ടലിൽ തന്നെയാണ്. വൈകുന്നേരം ഈ ഹോട്ടലിൽ വന്ന് ഇവിടുത്തെ രാത്രിയിലെ ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഇപ്പോൾ ഹോട്ടലിലേക്ക് തിരിക്കുകയാണ്. ഇവിടുത്തെ വിമാനത്താവളത്തിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും ഒരു വിസ്കി വാങ്ങിയിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വിസ്കിയും കഴിച്ച് ഇവിടുത്തെ നീന്തൽക്കുളത്തിൽ കുറച്ചു നേരം നീന്തുവാനായി പോയി. ഈ ഹോട്ടലിൻ്റെ 3ാമത്തെ നിലയിലാണ് സ്വിമ്മിംഗ് പൂൾ. അവിടെ കുറേ നേരം വെള്ളത്തിൽ നീന്തി കളിച്ചു. അത് കഴിഞ്ഞ് റൂമിൽ വന്നു റെസ്റ്റ് എടുത്തു. വൈകുന്നേരം തിരിച്ച് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തിരിക്കുകയാണ്. ഡിന്നർ കഴിച്ച് ഇന്ദിരാ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഫുഡ് സ്ട്രീറ്റിലെ നൈറ്റിൽ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മാൽഗുഡി ഹോട്ടലിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് ആഹാരം കഴിച്ചത്. ഡിന്നറും ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഫുട്പാത്തിൽ നിരവധി വ്യത്യസ്തങ്ങളായ ആഹാരങ്ങളുണ്ട്. അതും ടേസ്റ്റ് നോക്കി. വഴിയോരങ്ങളിലെ കടകളിൽ ആഹാര പദാർത്ഥങ്ങൾ സജീവമായി കഴിയും. നിരവധി വ്യത്യസ്തങ്ങളായ ആഹാരങ്ങൾ ഇവിടെ കഴിയും. രാത്രിയിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുകയാണ്. ഇനി നാളെ ഒരു വ്യത്യസ്തമായ കാഴ്ചകളുമായി 3ാമത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ലാസ്റ്റ് ഒരു ഷോ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ സഫാരിയിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 9 മണി കഴിയില്ലോ. 8:30 ബ്രേക്ക്ഫാസ്റ്റ് 6 o'clock തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് നേരത്തോടെ കഴിച്ച്
സ്ക്വയറിനെ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് രാജപ്രലൂപ് റോഡാണ്. ഈ റോഡിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്.